പോലെ തോന്നുന്നുണ്ടോ? ഇല്ലേ, ലൈറ്റ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ എനിക്ക് മനസ്സിലായത് മറ്റേ ഡബ്സിയുടെ ലിറിക്ക് നമുക്ക് മനസ്സിലാവും. പ്രൊണൗൺസിയേഷൻ ഒക്കെ കുറച്ച് ബെറ്റർ എന്ന് വെച്ചാൽ മീൻസ് കുറച്ചുകൂടെ ക്ലാരിറ്റി ഇതിനുണ്ടെന്ന് തോന്നുന്നു. സന്തോഷ് വെങ്കിക്കാണ് കുറെ കൂടി ക്ലാരിറ്റി വന്നത് മറ്റേ വോക്കല്. ആക്ച്വലി അതാണ് എനിക്ക് ഡബ്സി ഒരു മലയാളിയാണ്, സന്തോഷ് വെങ്കി ആക്ച്വലി ഒരു കന്നഡികയാണ്. പുള്ളിക്കാരൻ കുറെ കൂടി വ്യക്തമായിട്ട് ആ ലിറിക്സ് എടുത്ത് പറയുന്നത്. പക്ഷെ പറയുന്ന കേൾക്കുമ്പോൾ മലയാളി അല്ലെന്ന് മനസ്സിലാവും. പിന്നെ ഡബ്സിയുടെ വോയിസിൽ കുറച്ച് സ്ട്രെയിൻ ഫീൽ ചെയ്തു. അതെ, അതാ ഇടയ്ക്ക് കുറച്ച് പോർഷനിൽ ഭയങ്കര ഹൈ പാടിയിട്ടേ അത് കയ്യിൽ നിന്ന് പോകുന്നൊരു ഫീലില് ഭയങ്കര കയറിപ്പോയത്. അതേ ഉള്ളായിരുന്നു എനിക്ക്. രണ്ടുപേരും പാടിയത് വളരെ സിമിലർ ആയിട്ട് ഫീൽ ചെയ്തു. സിമിലർ ആ വോക്കൽ ഉള്ളതുകൊണ്ടും. പിന്നെ അതുപോലെ തന്നെ ഡബ്സിയുടെ വേർഷനകത്ത് ഇവന്റെ വോക്കൽ ഭയങ്കര ഹൈ നിൽക്കും, ഡബ്സിയുടെ വോക്കൽ. പക്ഷെ ബാക്കി സൗണ്ട് കുറെ കൂടി താഴാവും ബാക്കിയുള്ള മ്യൂസിക് ആണെങ്കിൽ മൊത്തം. പക്ഷെ ഇതിനകത്ത് കറക്റ്റ് കുറെ കൂടി ഒരേ ലെവലിലാണ് നിൽക്കുന്നത്. ചിലപ്പോൾ ഇത് കുറച്ചുകൂടെ മ്യൂസിക്കലാണെന്ന് ഫീൽ ചെയ്തു.